ഒരുപാട് കാലങ്ങൾ കൊണ്ട് ആഗ്രഹിച്ച ഒരു കാശ്മീർ യാത്രയിലാണ്. ഭൂമിയിലെ സ്വർഗം എന്നുള്ള കാശ്മീരിൻ്റെ വെളിപ്പേര് അതിശയോക്തിയല്ല എന്നുള്ളത് നമുക്കിവിടെ വന്നു കഴിയുമ്പോൾ നേരിട്ട് ബോധ്യപ്പെടാം. മഞ്ഞ് മൂടി നിൽക്കുന്ന മലനിരകളുള്ള കാശ്മീർ, പിന്നെ ശ്രീനഗറിലെ ദാൽ ലേക്കിലെ ഷിക്കാര റൈഡ്, കൂടാതെ ശ്രീനഗറിലെ തന്നെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ, മുഗൾ ഗാർഡൻസ്, കാശ്മീരിൻ്റെ തനതായ ഒരുപാട് ഫുഡ് ഐറ്റംസ്. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു കാശ്മീർ യാത്ര കണ്ടാലോ? മറ്റുള്ള യാത്രകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ പോകുന്നത് കാശ്മീർ പോയിട്ട് സ്ഥലത്തോട്ടും അതുപോലെ എക്സ്ട്രീം വിൻ്ററിലായതുകൊണ്ടും നമുക്ക് കുറച്ച് കൂടുതൽ പ്രിപ്പറേഷൻസ് ആവശ്യമാണ്. പ്രത്യേകിച്ച് ക്ലോത്തിങ്ങിൻ്റെ കാര്യത്തിൽ. ക്ലോത്തിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് തെർമൽ വെയർ ആണ്. പിന്നെ അതിൻ്റെ മുകളിൽ ടീഷർട്ട്, ജാക്കറ്റ്, ഫ്ലീസ്, പിന്നെ അത്യാവശ്യം മഴയോ സ്നോഫോളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു റെയിൻ ജാക്കറ്റും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി. പിന്നെ കുറച്ച് എമർജൻസി മെഡിസിൻസ്, പിന്നെ വാട്ടർ പ്രൂഫ് ഗ്ലൗസ്, വിൻ്റർ ഗ്ലൗസ്, തെർമൽ സോക്സ്, ഇതൊക്കെ നമുക്ക് മസ്റ്റായിട്ട് കൊണ്ടുപോകേണ്ട സാധനമാണ്. ഇതെല്ലാം കൂടി കൊണ്ടുപോകാൻ നമുക്ക് നല്ലൊരു ബാക്ക് പാക്കും വേണം. പ്രത്യേകിച്ച് കുറച്ച് വാട്ടർ റിപ്പല്ലൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണെങ്കിൽ അടിപൊളിയാണ്. എമ്മിയുടെ പീക്ക് 65 എന്ന് പറഞ്ഞൊരു മോഡലാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത്. ഇത് വാട്ടർ റിപ്പല്ലൻ്റ് മെറ്റീരിയലുമാണ്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇതിനകത്ത് കൊള്ളുകയും ചെയ്യും. പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഹൈ ആംഗിൾ ബൂട്ടുണ്ടെങ്കിൽ നല്ലതാണ്. സ്ഥിരമായിട്ട് ട്രക്കിങ് പോലെ എന്തെങ്കിലുമൊക്കെ യാത്രകൾ ചെയ്യുന്നവരാണെങ്കിൽ ഇതൊരെണ്ണം മേടിക്കുന്നതിൽ തെറ്റില്ല. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയുള്ള ഡെസ്റ്റിനേഷൻസിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് റെൻറ്റ് ചെയ്യാൻ പറ്റും. അത് പക്ഷേ ഇങ്ങനത്തെ ബൂട്ട്സ് ഒന്നും ആയിരിക്കത്തില്ല, സാധാരണ ഗം ബൂട്ട്സ് ആയിരിക്കും. നമ്മുടെ കാശ്മീർ യാത്ര തുടങ്ങിയത് കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് ട്രെയിനിൽ വന്നിട്ട് ഡൽഹിയിൽ നിന്ന് ബസ്സിന് ജമ്മു വന്നിട്ടാണ്. ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന വെഹിക്കിൾ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഫാൻറ്റാസ്റ്റിക് ട്രാവൽ പ്ലാനിൻ്റെ പാക്കേജ് എടുത്തിട്ടാണ് നമ്മൾ ഈ ട്രിപ്പ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ട്രിപ്പിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. 5 nights 6 day പാക്കേജാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഇവരുടെ പാക്കേജ് കസ്റ്റമൈസ്ഡ് പാക്കേജസും കൂടിയാണ് കേട്ടോ. ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് 6 മണിക്കൂർ ഡ്രൈവാണുള്ളത്. പല തരത്തിലുള്ള ടെറൈനിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ആദ്യത്തെ കുറച്ച് ദൂരം നല്ല കയറ്റവും ഇറക്കവും വളവും തിരിവും ഒക്കെയുള്ള റോഡുകളാണ്. അവിടെയൊക്കെ ഇപ്പോൾ പണി നടക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒരു ചായക്കടയിൽ നിർത്തി ഒരു ചായയൊക്കെ കഴിച്ച് ചെറിയ രീതിയിൽ സ്നാക്സൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര തുടർന്നത്. ഒരു 3-4 വർഷം മുമ്പ് വരെ ഈ യാത്രയുടെ ദൈർഘ്യം ഏകദേശം 10 തൊട്ട് 12 മണിക്കൂർ വരെയായിരുന്നു. എന്നാൽ ഇപ്പോൾ റോഡിൻ്റെ കാര്യത്തിൽ ഒരുപാട് വികസനം നടന്നിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ടണൽ റോഡുകൾ വന്നതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ടൈം സേവിങ് യാത്രയാണ്. അങ്ങനെ കുറേ ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മലനിരകളൊക്കെ മാറിയിട്ട് ഒരു സമതല പ്രദേശമായി. മഞ്ഞൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. ശരിക്കും നല്ലൊരു എക്സൈറ്റിംഗ് മൊമെൻ്റ് ആയിരുന്നു. നമ്മളൊരു ടണലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നേരെ കാണുന്നത് മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ്. കാശ്മീരിൻ്റെ എല്ലാ ഭാഗങ്ങളും മലനിരകളാണെന്നാണ് ഞാനും ഇതുവരെ ധരിച്ചിരുന്നത്. പക്ഷേ ജമ്മുവിൽ നിന്ന് കുറേ ദൂരം വന്നു കഴിഞ്ഞാൽ പിന്നെ ശ്രീനഗർ ഉൾപ്പെടുന്ന ഭാഗം ശരിക്കും പറഞ്ഞാൽ ഒരു സമതല പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നോർത്ത് ഇന്ത്യയിലെ ഏതോ ഒരു സിറ്റിയിൽ ചെന്ന ഫീലിംഗ് ആണ് ഉണ്ടാവുക. വിൻ്ററിലാണ് കാശ്മീരിലേക്ക് വരുന്നതെങ്കിൽ നമ്മൾ റൂം സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഹീറ്റിംഗ് ഫെസിലിറ്റി മസ്റ്റായിട്ടുള്ള റൂമേ സെലക്ട് ചെയ്യാവുള്ളൂ. റൂം ഹീറ്റർ കൂടാതെ ബെഡിലും ചെറുതായിട്ട് ഹീറ്റിംഗ് ഉള്ളൊരു മാറ്റ് സാധാരണ എല്ലായിടത്തും ഉണ്ടാകാറുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ടോയ്ലറ്റൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ഹോംലി ഫീലുള്ള ഒരു സ്റ്റേ തന്നെയായിരുന്നു നമുക്ക് കിട്ടിയത്. കാശ്മീരിൽ എവിടെ പോയി ഫുഡ് കഴിച്ചാലും നല്ല സൂപ്പർ ഫുഡായിരിക്കും കേട്ടോ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് ഇനി പ്രത്യേകിച്ച് വർണ്ണിക്കുന്നില്ല. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടി, അൽ അസ്ര. ശ്രീനഗർ ടൗണിനടുത്ത് തന്നെയാണ്. ഹോംലി ഫീലെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. ഇത് പണ്ട് ഇതിൻ്റെ ഓണർ താമസിച്ചുകൊണ്ടിരുന്ന വീടായിരുന്നു. ഇതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഓണർ. ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്ന വീടാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ശ്രീനഗറിൻ്റെ കാഴ്ച കാണാനുള്ള തുടക്കത്തിലാണ്. അപ്പോഴാണ് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ സാധനം നമുക്ക് പരിചയപ്പെടാൻ പറ്റിയത്. കാശ്മീരി റൊട്ടി. ബട്ടറൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റുള്ള ഒരു സ്പെഷ്യൽ റൊട്ടിയാണ് കാശ്മീരി റൊട്ടി. കഴിക്കാനും നല്ല രസമാണ് കേട്ടോ. ഇനി നമുക്ക് ശ്രീനഗറിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. നമ്മുടെ പാക്കേജ് ശരിക്കും ശ്രീനഗർ ടു ശ്രീനഗറാണ്. പാക്കേജിൻ്റെ ഡീറ്റെയിൽസും കോൺടാക്റ്റ് നമ്പറും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ നേരെ ശ്രീനഗറിലെ ഫേമസ് ആയിട്ടുള്ള ദാൽ ലേക്കിൻ്റെ സൈഡിലേക്ക് എത്തി. ശ്രീനഗർ ടൗണിന് നടുക്കുള്ള ഒരു ലേക്കാണ് ദാൽ ലേക്ക്. ശരിക്കും പറഞ്ഞാൽ ദാൽ ലേക്കിനെ ചുറ്റിയാണ് ശ്രീനഗർ ടൗൺ എന്ന് പറയാം. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഈ ലേക്കിനകത്തുള്ള ഷിക്കാര റൈഡാണ്.
നമുക്ക് പല റേറ്റിൽ ഇവിടെ ഷിക്കാര റൈഡ് അവൈലബിൾ ആണ്. അത് സമയത്തിനനുസരിച്ചാണ് കേട്ടോ. 1 മണിക്കൂറത്തേക്ക് സാധാരണയായിട്ട് 700 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ബാക്ക് പാക്കും തൂക്കി ഇറങ്ങിയത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. നമ്മുടെ ക്യാമറ ബാഗും ഗിംബലിൻ്റെ ബാഗും അതുപോലെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ ലൈറ്റ്സും ഒക്കെ സേഫായിട്ട് ഇതിനകത്ത് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതുകൊണ്ടാണ്. ഷിക്കാര റൈഡ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ റൈഡ് പോകുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ പേര് നമ്മളെ അപ്രോച്ച് ചെയ്യും. ഇതൊക്കെ ഇവിടുത്തെ സൈഡ് ബിസിനസ്സുകളാണ്. കാശ്മീരി ഡ്രസ്സ് ഇട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ കാവയും ഫ്രൂട്ട്സും ഹുക്കയും ഒക്കെ വിൽക്കുന്ന ഒരുപാട് കച്ചവടക്കാരും ഒക്കെ ആയിട്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ദാൽ ലേക്ക്. ഇവരൊക്കെ ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ കൊണ്ടാണ്. ടൂറിസ്റ്റുകളായിട്ടൊക്കെ തന്നെ ഇഷ്ടംപോലെ ആളുകളാണ് ഇവിടെ ഓരോ സീസണിലും വന്നു പോകുന്നത്. ലേക്ക് ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്കുള്ള ഇടത്തോടുകളിലേക്ക് കയറിയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 സൈഡിലും ഒരുപാട് കടകളുണ്ട്. മുൻപിലേക്ക് ഇറക്കിപ്പണിത സ്റ്റെപ്പുകളുള്ള ബിൽഡിങ്ങുകളാണ് ഇതെല്ലാം. ഇവിടെ വള്ളത്തിൽ യാത്ര ചെയ്യുന്നവരെ കണക്കാക്കിയിട്ടുള്ള കച്ചവട സ്ഥാപനങ്ങളാണ് ഈ കാണുന്നതെല്ലാം. അതിൽ തന്നെ കാശ്മീരി ഷോളും ഡ്രസ്സ് ജാക്കറ്റ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട്. പക്ഷേ ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിന്ന് ഷോപ്പിങ്ങിനൊന്നും നിന്നില്ല. ലേക്കിൻ്റെ സൈഡിൽ കാണുന്നത് യൂറേഷ്യൻ മൂർഹൻ എന്ന് പറയുന്ന ബേഡാണ് കേട്ടോ. ഇവരിവിടെ കൂട് കൂട്ടുന്ന സമയമാണ്. ഏകദേശം 1 മണിക്കൂറാണ് നമ്മുടെ ഈ റൈഡിൻ്റെ ദൈർഘ്യം. പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരുപാട് പേരെ നമുക്ക് ഈ റൈഡിൽ കാണാനും പരിചയപ്പെടാനും കഴിയും. ടൂറിസം മാത്രമല്ല, മീൻപിടുത്തമൊക്കെ ആയിട്ടും ഈ ലേക്കിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരും ഉണ്ട്. അങ്ങനെ ദാൽ ലേക്കിൽ നമ്മുടെ ഷിക്കാര റൈഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി അവിടെ നിന്ന് നേരെ പോകുന്നത് ശ്രീശങ്കര ടെമ്പിളിലേക്കാണ്. ശ്രീനഗർ ടൗണിനോട് ചേർന്ന് തന്നെ ഒരു മലയുടെ മേളിലുള്ള ടെമ്പിളാണ് ശ്രീശങ്കര ടെമ്പിൾ. 8ാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യർ ഇവിടെ വിസിറ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. കുറച്ച് താഴെയായിട്ട് കാറ് പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം നടന്നു വേണം നമുക്ക് ഈ അമ്പലത്തിൻ്റെ എൻട്രൻസിലേക്ക് എത്താൻ. അത്യാവശ്യം നല്ല തിരക്കുള്ള സീസണും കൂടിയാണ്. പ്രത്യേകിച്ച് വിൻ്റർ സീസൺ ആയതുകൊണ്ട് നമ്മൾ ചെല്ലുന്ന എല്ലാ ഡെസ്റ്റിനേഷൻസിലും നല്ല രീതിയിൽ ടൂറിസ്റ്റുകളുണ്ട്. കുറേ സ്റ്റെപ്പ് കയറി വേണം നമുക്ക് ഈ ടെമ്പിളിൻ്റെ മേളിലെത്താൻ. പക്ഷെ മേളിൽ കയറി കഴിയുമ്പോൾ കിട്ടുന്നൊരു വ്യൂ എന്ന് പറയുന്നത് അസാധ്യ വ്യൂ ആണ്. ശ്രീനഗർ ടൗണിൻ്റെ 360 ഡിഗ്രി വ്യൂ ആണ് നമുക്കിതിൻ്റെ മേളിൽ കയറി കഴിയുമ്പോൾ കിട്ടുന്നത്. ആര്യദേശത്തു നിന്ന് വന്ന ബ്രാഹ്മിൺസിന് വേണ്ടി അന്നത്തെ രാജാവായിരുന്ന ഗോപാദിത്യ ഇവിടെ 371 BC പണി കഴിപ്പിച്ച ഒരു അമ്പലമാണ് ശരിക്കും പറഞ്ഞാൽ ശ്രീശങ്കര ടെമ്പിൾ. ഇവിടുത്തെ പ്രതിഷ്ഠ ശിവനായതുകൊണ്ട് ജഡേശ്വര ടെമ്പിൾ എന്നും ഇതറിയപ്പെടുന്നുണ്ട്. ശങ്കരാചാര്യർ ഇവിടെ സന്ദർശിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇതിനിപ്പോഴുള്ള ശ്രീശങ്കര ടെമ്പിൾ എന്നുള്ള പേര് വന്നത്. ശങ്കരാചാര്യർ ഇവിടെ വന്നിരുന്ന സ്ഥലമാണിത്. ഒരൊറ്റ പാറയുടെ പുറത്ത് 20 അടി ഹൈറ്റിൽ ഒറ്റഗൺ ഷേപ്പിൽ പണിതിരിക്കുന്ന ഒരു ബേസിൻ്റെ മേളിലാണ് ശ്രീകോവിലുള്ളത്. അങ്ങനെ ശ്രീശങ്കര ഹിൽസിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് ദാൽ ലേക്കിൻ്റെ സൈഡിലേക്ക് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഈ ദാൽ ലേക്കിൻ്റെ സൈഡിലുള്ള റോഡിലൂടെ പോയാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ലേക്ക് റൗണ്ട് ചെയ്ത് വരാൻ പറ്റും. ഇതിന് ചുറ്റിനുമായിട്ടാണ് ശ്രീനഗർ പട്ടണം നിലകൊള്ളുന്നത്. നമ്മൾ ദാൽ ലേക്കിൽ നിന്നൊക്കെ പോയിട്ട് ഇനി നേരെ മുഗൾ ഗാർഡൻസിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ കാവ ഒന്ന് ട്രൈ ചെയ്തിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഒരു കടയിൽ കയറി കാവയും കോക്കനട്ട് ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ നേരെ മുഗൾ ഗാർഡൻസിൽ കയറുന്നത്. വിൻ്റർ ആയതുകൊണ്ട് ഗാർഡൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ പൂക്കളുടെ കാഴ്ചകളൊന്നും നമുക്കിവിടെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഗാർഡൻസ് എല്ലാം ഉണങ്ങി കരിഞ്ഞു കിടക്കുകയാണ്. നല്ല വരണ്ട കാലാവസ്ഥ. വിൻ്റർ ആയതുകൊണ്ട് ചെടികളെല്ലാം ഉണങ്ങിയിട്ട് ഇല പൊഴിയുന്ന മരങ്ങളുടെ എല്ലാ ഇലയും കൊഴിഞ്ഞ് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല കിടക്കുകയാണ്. ഇനി ഈ വിൻ്റർ കഴിയുന്ന സീസൺ ആകുമ്പോഴത്തേക്ക് ഇവിടെ വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ പുതിയ ഗാർഡനായിട്ട് വരുന്നത്. ഷാലിമാർ ഗാർഡൻസിലെ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ് ആണ് ഇപ്പോൾ കണ്ടതല്ല. രാവിലെയും വൈകുന്നേരവും ഒക്കെ ഒരുപാട് ബേഡ്സിനെയൊക്കെ നമുക്കിവിടെ കാണാൻ കിട്ടും. കാശ്മീരിൻ്റെ സ്റ്റേറ്റ് ട്രീ ആണ് ചിനാർ മരങ്ങൾ. ചിനാർ മരങ്ങളെ ഇവർ ഭയങ്കര കാര്യമായിട്ട് തന്നെ സംരക്ഷിക്കുന്നുണ്ട്. ഈ ഗാർഡൻസിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ഏറ്റവും ഹൈറ്റുള്ള ചിനാർ മരങ്ങൾ കാണാൻ പറ്റിയത്. എല്ലാ മരത്തിനും ഡിജിറ്റൽ ആധാറുണ്ട്. മരങ്ങൾക്ക് ആധാർ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ മൈനയുടെ കൂട്ടങ്ങൾ ചേക്കേറാൻ വേണ്ടി പറക്കുന്നത് കണ്ടു.
സൺസെറ്റ് സമയമായി. ചിനാർ മരങ്ങളുടെ ഇലയെല്ലാം കഴിഞ്ഞു നിന്നിട്ട് പുതിയ മുകുളങ്ങൾ അടുത്ത ഒരു കാലത്തിലേക്ക് വളർന്നു വരുന്നുണ്ട്. ദൂരെ കാണുന്ന മലകൾക്കൊക്കെ ആണെങ്കിൽ മഞ്ഞിൻ്റെ തൊപ്പിയുണ്ട്. ഷാലിമാർ ഗാർഡൻസിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് നല്ല സന്ധ്യയായി. ദാൽ ലേക്ക് ഉറങ്ങിത്തുടങ്ങിയിരിക്കുകയാണ്. ശിക്കാരകളൊക്കെ പലയിടത്തായിട്ട് കെട്ടിയിട്ടിരിക്കുന്നു. ഇനി ഇവിടുത്തെ രാത്രി കാഴ്ചകളാണ്. വീണ്ടും ഒരു കാവയും കൂടെ ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ദാൽ ലേക്കിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് നേരം നടന്നു. ഒരുപാട് തരത്തിലുള്ള സ്ട്രീറ്റ് ഫുഡ്സും ഷോപ്പിംഗ് സെൻറ്ററുകളിലും ഒക്കെയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ദാൽ ലേക്കിന് ചുറ്റിനുമുള്ളത്. ഫുഡ് കഴിക്കാനും ഷോപ്പിംഗ് നടത്താനും ഒക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് അവസരങ്ങളാണുള്ളത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കറക്കവും ചെറിയ പർച്ചേസും ഒക്കെ കഴിഞ്ഞ് റൂമിലേക്കാണ്. ശ്രീനഗറിലെ നമ്മുടെ 2ാം ദിവസമാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ചെറിയൊരു മോർണിംഗ് വാക്കും 1-2 സ്ഥലങ്ങളും കൂടെ കവർ ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. നമുക്കിവിടെ സൈക്കിൾസ് റെൻറ്റിന് അവൈലബിൾ ആണ്. ചാർട്ടേഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് നമുക്കിത് റെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ സൈക്ലിംഗ് താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ കുറച്ചധികം ദിവസം ഇവിടെ നിൽക്കാൻ വരുന്നവരോ ഒക്കെ ആണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് സൈക്കിൾ റെൻറ്റ് ചെയ്ത് ചവിട്ടാൻ പറ്റും. ശ്രീനഗറിൽ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ സൈക്കിൾ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയയും ഉണ്ട്. ഇലയൊക്കെ കൊഴിച്ച് നിൽക്കുന്ന ചിനാർ മരങ്ങൾ തല ഉയർത്തി നിൽക്കുന്ന കാഴ്ചയാണ് റോഡിന് ഇരുവശവും കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ ചിനാർ മരങ്ങൾക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവർ ഈ മരങ്ങൾ വെട്ടിമുറിക്കാറില്ല. നാച്ചുറലായിട്ട് ഉണങ്ങി വീണാൽ മാത്രമേ ഈ മരം അവിടെ നിന്ന് മാറുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ആ മരത്തിൻ്റെ ആയുസ് മുഴുവൻ അത് അവിടെ തന്നെ നിലനിൽക്കും. അതിൻ്റെ കമ്പ് പോലും വെട്ടാറില്ല എന്നാണ് പറയാൻ കഴിയുന്നത്. രാവിലെ മോർണിംഗ് വാക്കിന് പോയപ്പം വഴിയിൽ ചപ്പ് കൂട്ടിയിട്ട് കത്തിക്കുന്ന കണ്ടപ്പോൾ കൈയുടെ തണുപ്പൊക്കെ ഒന്ന് മാറ്റുകയാണ് കേട്ടോ. ശ്രീനഗർ സിറ്റി അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ പൊടിയുടെ കാര്യത്തിൽ നമുക്ക് ഇത്തിരി പ്രശ്നമാണ്. പിന്നെ മോർണിംഗ് വാക്കിന് ഇറങ്ങുമ്പോൾ യുവമാരെയും കൂടി സൂക്ഷിക്കണം. ഇവിടെ ഇഷ്ടം പോലെ തെരുവ് നായ്ക്കളുണ്ട്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ക്യാമറയൊക്കെ ആയിട്ട് കാണുമ്പോൾ കുറച്ചുകൊണ്ട് വരും. ഒരു സൈഡിൽ കുറച്ച് വരുന്ന തെരുവ് നായ്ക്കളാണെങ്കിൽ മറ്റേ സൈഡിൽ ദാൽ ലേക്കിൽ ശാന്തമായിട്ട് നീന്തി തുടിക്കുന്ന പക്ഷികളാണ്. നമ്മൾ മുമ്പേ കണ്ട മൂർഹൻ തന്നെയാണ്. ഒരുപാട് പേരുടെ ജീവിതമാർഗമാണ് ദാൽ ലേക്ക്. നമ്മുടെ നാടുകളിലെ പോലെ തന്നെ വള്ളത്തിൽ മീൻ പിടിച്ചും കച്ചവടം ചെയ്തുമൊക്കെ ഒരുപാട് പേര് ഇവിടെ ജീവിക്കുന്നുണ്ട്. ഈ വള്ളം തുഴഞ്ഞു പോകുന്നത് കണ്ടിട്ട് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ട്. വള്ളത്തിൻ്റെ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ പുറകിൽ തിരിഞ്ഞിരുന്ന് റിവേഴ്സാണ് തുഴഞ്ഞു പോകുന്നത്. പക്ഷേ രാവിലെ മഞ്ഞ് മൂടിയ ദാൽ ലേക്കിൽ ഇങ്ങനൊരു കാഴ്ചയൊക്കെ കിട്ടണമെങ്കിൽ ഏർലി മോർണിംഗിൽ നമ്മളിവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇറങ്ങണം. കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. ഇതിവിടുത്തെ ചെറിയൊരു മാർക്കറ്റാണ്. പച്ചക്കറിയും പലചരക്കും ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു മാർക്കറ്റ്. ഈ മാർക്കറ്റിൻ്റെ എൻഡിലാണ് ഹസ്രത് ബാൽ ദർഗ സ്ഥിതി ചെയ്യുന്നത്. വളരെ പ്രശസ്തവും പുരാതനമായിട്ടുള്ള ഒരു ദർഗയാണ് ഈ ഹസ്രത് ബാൽ ദർഗ. മുഹമ്മദ് നബിയുടെ മുടി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഹസ്രത് ബാൽ, ബാൽ എന്ന് വെച്ചാൽ മുടി എന്നാണ് അർത്ഥം, എന്നൊരു പേര് ഇതിന് കൊടുത്തിരിക്കുന്നത്. ചില ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുപാട് ആളുകൾ തടിച്ചു കൂടുന്നൊരു സ്ഥലം കൂടിയാണിത്. ഇന്ന് ഇത്ര രാവിലെ ആയതുകൊണ്ടാണ് ഇവിടെ അധികം ആളുകളെ ഒന്നും കാണാത്തത് പോലും. പൂർണ്ണമായും വെളുത്ത മാർബിളിൽ നിർമ്മിച്ച ഒരു അത്യുഗ്രം കെട്ടിടമാണ് ഹസ്രത് ബാൽ. ഇവിടെ ഇഷ്ടം പോലെ പ്രാവുകളുണ്ട്. ഇവിടുത്തെ ഒരാചാരമല്ലെങ്കിലും ആളുകൾ ചെയ്തു വരുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ വന്നിട്ട് ഇതുപോലുള്ള കുറേ കടകളുണ്ട്. അവിടെ നിന്ന് ധാന്യങ്ങളും ചോളവും ഒക്കെ മേടിച്ചിട്ട് ഇവിടെയുള്ള പ്രാവുകൾക്ക് തീറ്റയായിട്ട് കൊടുക്കും. ഇതിവിടുത്തെ നേർച്ചയൊന്നുമല്ല, പക്ഷേ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ ഭക്ഷണം കൊടുക്കുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പം ആയിരക്കണക്കിന് പ്രാവുകളെ നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് നേരെ രാവിലെ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. ഇഷ്ടം പോലെ സ്നാക്സ്, ബിസ്ക്കറ്റൊക്കെ ആയിട്ട് കുറേ സ്നാക്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ചായക്കട. അപ്പോൾ ഇവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഇന്നത്തെ ദിവസത്തെ യാത്രകളങ്ങ് തുടങ്ങുകയാണ്. ഇന്ന് നമുക്ക് മെയിനായിട്ട് പോകാനുള്ളത് ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റിലും അതുപോലെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള വാൽനട്ട് ഫഡ്ജ് കിട്ടുന്ന ഒരു ഷോപ്പിലും കൂടിയാണ്. ഇത് രണ്ടും കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇവിടെ നിന്ന് സോൻമാർഗിലേക്കാണ് പോകുന്നത്. വാൽനട്ട് ഫഡ്ജ് ഇവിടുത്തെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. നല്ല മധുരമുള്ള ഒരു സ്വീറ്റ്. ഒരു പീസ് തന്നു കഴിഞ്ഞാൽ വയറ് നിറയും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് സാധനത്തിന്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഫുഡ് സ്ട്രീറ്റാണിത്, ഖയാം ചൗക്ക്. ഇവിടെ തന്നെ ഒരുപാട് കടകളുണ്ട്. കബാബും ടിക്കയും ഒക്കെ ആയിട്ട് കുറേ നോൺ വെജ് ഐറ്റംസ് കിട്ടുന്ന കടകളാണുള്ളത്. ഇവിടുത്തെ ഏറ്റവും പഴക്കമുള്ള ഒരു കടയാണ് മുനീർ കഫറ്റീരിയ. മട്ടൻ്റെയും ചിക്കൻ്റെ ഒരുപാട് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ഇതാണ് അഹമ്മദ് ഭായ്, മുനീർ കഫറ്റീരിയയുടെ ഓണർ. ഞങ്ങൾ അവിടെ ചെന്നിട്ട് ആളോട് ഷൂട്ട് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി കടയുടെ ചരിത്രം മുഴുവൻ പറഞ്ഞു.
40 വർഷം മുന്നേ ഈ കട തുടങ്ങുമ്പോൾ ഇവിടെ ആകെ 2-3 റെസ്റ്റോറൻറ്റ്സേ ഉണ്ടായിരുന്നു. ये देखिए, ये वाजवान के 2-3 आइटम है. दो चाहिए तबक. ये देखिए सर, ये तबक मांस है, ये लेबी कबाब है, ये गोश्ताब है वाइट वाला बनता है, ये रोगू जोश का पीस है, ये रिश्ता है. इसके ऊपर और भी बहुत सारे आइटम पड़ते हैं, लगभग 15 आइटम पड़ते हैं. കാശ്മീരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാശ്മീരി വസ്വാനാണ് നമ്മളിപ്പോൾ കാണിച്ചത്. ഏകദേശം 12ഓളം ഐറ്റം സൈഡ് ഡിഷുകളും റൈസും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഫുഡ്. അപ്പോൾ ശ്രീനഗറിലെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ ഇനി പോകുന്നത് സോൻമാർഗിലേക്കാണ്. പോകുന്ന വഴി ഒരു റിവർ ക്രോസ് ചെയ്യുന്നുണ്ട്, സിന്ധു നദിയാണ്. അപ്പോൾ സിന്ധു നദി നടന്ന് നമ്മൾ ചെല്ലുന്നത് നേരെ സോൻമാർഗിലേക്കാണ്. മഞ്ഞ് നിറഞ്ഞ മഞ്ഞാൽ മൂടപ്പെട്ട സോൻമാർഗിലേക്ക്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഫോർ സോൻമാർഗ്.